ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എംബ്രിയോലൈസ് മോയ്സ്ചറൈസറാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് നമ്മളുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് സ്കിൻ പ്രെപ്പ് അത്യാവശ്യമാണ്. സോ സ്കിൻ പ്രെപ്പ് ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാൻ എംബ്രിയോലൈസ് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം മാക്കിൻ്റെ ഞാൻ സ്ട്രോക്ക് ക്രീമാണ് ഹൈ പോയിൻറ്റിലോട്ട് ഞാൻ ഇടുന്നത്. സോ ഹൈ പോയിൻറ്റിലോട്ട് നമ്മൾ സ്ട്രോക്ക് ക്രീം ഇടുന്നത് കൊണ്ട് നമുക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഹൈ പോയിൻറ്റിൽ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് അതിനുശേഷം ഞാനിവിടെ എടുത്തത് മാക്കിൻ്റെ പ്രൈമറാണ്. ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. കുറച്ച് എക്സ്പെൻസീവ് എന്നേ മാത്രമേ ഉള്ളൂ, ബട്ട് ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് ഗൈസ്. സോ ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാനിതിന് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇട്ടത് മുഖത്തൊരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ കിട്ടും. സോ ഇപ്പോൾ ഞാനിവിടെ കളർ കറക്റ്ററിന് വേണ്ടിയിട്ട് LA ഗേളിൻ്റെ കളർ കറക്റ്റർ, ഓറഞ്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്തത്. എൻ്റെ അറൗണ്ട് ദ മൗത്ത്, പിന്നെ അണ്ടർ ഐ, പിന്നെ ഫോർഹെഡിൽ കുറച്ച് ടാൻ ഉണ്ട്, മീൻസ് കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ട്. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഓറഞ്ച് കളർ കറക്റ്റർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ഓറഞ്ച് കളർ കറക്റ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെയിം LA ഗേളിൽ തന്നെ ഫോൺ എന്ന ഒരു ഷെയ്ഡിൽ ഒരു ഡാർക്ക് കളർ, എൻ്റെ സ്കിൻ ടോണിനേക്കാളും 2 ഷെയ്ഡ് ഡാർക്കറാണ്. സോ അത് വെച്ചിട്ട് ഞാൻ സ്കിന്നിനെ ഈവൻ ഔട്ട് ചെയ്യുന്നുണ്ട്. സോ എക്സസ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ തന്നെ ഫിംഗർ വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യും. സോ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഫോൺ അപ്ലൈ ചെയ്തപ്പോൾ നമ്മളുടെ സ്കിൻ ഈവനായിട്ട് കാണും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ഓറഞ്ച് കളർ കറക്റ്ററും അതിൻ്റെ മുകളിൽ സെയിം LA ഗേളിലത്തെ തന്നെ ഫോൺ, ഇത് രണ്ട് വെച്ചിട്ടാണ് ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളുടെ ഡാർക്ക് സ്പോട്ട് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് സെറ്റിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇപ്പോൾ ഞാനിത് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. സോ ബ്യൂട്ടി ബ്ലെൻഡറിനെ ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ റീകോഡിൻ്റെ ഹൈലൂറാനിക് മിസ്റ്റ്, ഗ്ലോ മിസ്റ്റ് 2 സ്പ്രേ അടിച്ചിട്ടാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത്. പിന്നെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പാക്ക് PAC പാക്കിലത്തെ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 2. എൻ്റെ സ്കിന്നിന് മാച്ച് ആയിട്ടുണ്ട് 2 ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത്. ഈവനായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ഫൗണ്ടേഷൻ ഇങ്ങനെ എടുത്ത് ഡയറക്റ്റായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യരുത്. അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ഹാൻഡിലോ ഇല്ലെങ്കിൽ മിക്സിങ് പ്ലേറ്റോ ഏതിലെങ്കിലും ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ സ്മൂത്തായിട്ട് വരും, ബ്ലെൻഡ് നന്നായിട്ടാവും. കണ്ടില്ലേ എത്ര ഈവനായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ഹൈലൈറ്ററായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ടു ഫേസ്ഡിലത്തെ ഷെയ്ഡ് വന്നിട്ട് വെനിലാണ് എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി ഹൈലൈറ്റായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഹൈലൈറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസ്ഡിലത്തെ ഷെയ്ഡ് വന്നിട്ട് വെനില. സോ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളുടെ അണ്ടർ ഐനെ അപ്ലിഫ്റ്റ് ആവുന്ന പോലെ ആവണം. അതുകൊണ്ട് V ഷേപ്പിൽ ഞാൻ അണ്ടർ ഐയിലും, പിന്നെ ഇവിടെ മൗത്ത്, ടിപ്പ് ഓഫ് ദ മൗത്തിൽ നിന്ന് ഇയർ സൈഡിലോട്ട് ഞാനിങ്ങനെ അപ്വേർഡായിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അപ്പോൾ നമ്മളത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിന് ലിഫ്റ്റഡ് ആയിട്ട് കാണും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പ്രോപ്പറായിട്ട് മേക്കപ്പ് കോഴ്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ എൻ്റെ മെൻറ്റർ പറഞ്ഞു തന്ന ഒരു ടെക്നിക്കാണ്. സോ ഇത് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും, അറിയില്ല, ബട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഈ ഹൈ പോയിൻറ്റിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ വന്നിട്ട് ഫേസിൽ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകരുത്. നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട്, മിനിമൽ പ്രോഡക്റ്റ് എടുത്തിട്ട് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ മേക്കപ്പ് കേക്കി ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ക്രാക്ക് ആവാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ ഈ കളർ കറക്റ്റർ ചെയ്യാണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷനും ഹൈലൈറ്ററും ഇടുന്നത് കൊണ്ട് മേക്കപ്പ് ഗ്രേ ഔട്ടാവും, ഗ്രേയിഷ് ആയിട്ട് ടേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ. സോ അടുത്ത് ഞാനിവിടെ ഐലിഡിലോട്ടും സെയിം വനയില തന്നെ ഇട്ടിട്ടുണ്ട്. അതിട്ടാലേ നമ്മളുടെ ഐ ഷാഡോ പോപ്പപ്പ് ആവുള്ളൂ.
പിന്നെ അതിന് പൗഡർ സെയിം ഫോറെവർ 52 പൗഡർ വെച്ചിട്ട് ഐലിറ്റും കവർ ചെയ്തു. പിന്നെ കംപ്ലീറ്റ് ഫേസും ഞാൻ പൗഡർ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. പൗഡറിങ് എന്തിനാണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ മേക്കപ്പ് ഇങ്ങനെ ക്രാക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൗഡർ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. അണ്ടർ ഐയിലൊക്കെ നമുക്ക് ലൈൻസ് ഉണ്ടാവും, റിങ്കിൾസൊക്കെ ഇപ്പോൾ വരുന്ന റിങ്കിൾസുള്ള ഫേസൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ പൗഡർ പഫ് വെച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ PSC പാക്കലത്തെ സെയിം ഐ ഷാഡോ പാലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊരു ബ്രൗൺ ഷെയ്ഡ് ഇട്ടിട്ട് ജസ്റ്റ് മാറ്റായിട്ട് ഞാൻ ഐലിഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ഷിമ്മറി ആയിട്ടൊന്നും ഇഷ്ടമില്ല, അത്ര എനിക്ക് ഇഷ്ടമാവില്ല. മാറ്റ് ഐ ഷാഡോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാവുന്നത്. ബിക്കോസ് അത് നാച്ചുറലായിട്ടും കാണും, പ്ലസ് അത് നമുക്ക് ഒരു നല്ല പോപ്പ് ആവുന്നുള്ള ചാൻസസ് ഉണ്ട്. ഡേ ടൈമിലൊക്കെ നമുക്ക് ഷിമ്മറി ഇട്ടെങ്കിൽ അത്ര നന്നായിട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റ് കളർ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. സെയിം ഐ ഷാഡോ പാലറ്റ് ഡാർക്ക് ഷെയ്ഡ്, അതായത് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ലൈനർ പോലെയും വരച്ച് കൊടുക്കുന്നുണ്ട്. സോ കാജലായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഫേസസ് കനഡാലത്തെ കാജലാണ്. ഇതൊരു നല്ല പ്രോഡക്റ്റാണ് ഗൈസ്, ഇത് മസ്റ്റ് യൂസ് എന്ന് ഞാൻ പറയും. ബിക്കോസ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, പിന്നെ സ്മർച്ച് പ്രൂഫുമാണ്. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം പാക്ക് PSC പോമേഡാണ് എടുത്തിട്ടുള്ളത്. പോമേഡ് എന്ന് പറയുമ്പോൾ ഞാൻ അത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തത്. ഡാർക്ക് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ഒന്നുമല്ല, ബ്രൗൺ ഷെയ്ഡാണ്. നമ്മളുടെ ഐബ്രോ അത്ര ബ്ലാക്ക് ഒന്നും അല്ല അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഐബ്രോ ലൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. കോണ്ടൂർ ഞാൻ എടുത്തിട്ടുള്ളത് ഷുഗർ ബ്രാൻഡിൽ നിന്നാണ്. സോ ഇത് എനിക്ക് അത്ര കോണ്ടൂർ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് എൻ്റെ ഫേസ് വന്നിട്ട് അത്ര വണ്ണം ഇല്ല, സ്മോൾ ഫേസാണ്. സോ ഞാൻ അത്ര കോണ്ടൂർ ചെയ്യുന്നില്ല. നോസ് മാത്രം എനിക്ക് കോണ്ടൂർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ ഞാൻ നോസ് മാത്രം നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അത് നമ്മളുടെ ലുക്കേ മാറ്റും നോസ് കോണ്ടൂറിങ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോസ് നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ മാർസ് ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ജസ്റ്റ് ലൈക്ക് സൺ കിസ്ഡ് ലുക്കൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പീച്ച് ഷെയ്ഡ് ബ്ലഷ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇതിനെയും നല്ല പിഗ്മെൻറ്റഡ് ആണ് ഗൈസ്. ഇത് അണ്ടർ 200 ഓർ 250, എനിക്ക് എക്സാക്റ്റായിട്ട് അറിയില്ല. നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആണിത്. പിന്നെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സൺ കിസ്ഡ് ലുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി എന്ന് ഞാൻ പറയും ഗൈസ്. ഇപ്പോൾ ഞാൻ ബ്ലഷ് ഇങ്ങനെ മൂക്കിലോട്ടും കുറച്ച് ചിന്നിലോട്ടും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിറ്റ്മി മെബിലിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു നല്ല ഒരു ഹൈലൈറ്ററാണ് ഗൈസ്. നന്നായിട്ട് ഗ്ലോ തരും നമ്മളുടെ ഫേസിലോട്ട്. നമ്മൾക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അല്ലെങ്കിൽ ഡ്യൂവി മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഞാൻ ഫേസിൽ ഹൈ പോയിൻറ്റിലൊക്കെ ഞാൻ ഈ ഹൈലൈറ്റർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിപ്സ്റ്റിക്ക് ഞാൻ ലവ് എർത്ത് പറയുന്ന ഒരു ബ്രാൻഡാണ്. സോ ഇതിലൊരു പാക്ക് ഓഫ് 10 കിട്ടും, അതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും. സ്മോൾ മിനി പാക്കാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ ലിപ് ഷെയ്ഡാണ്. അതിന് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് ലിപ്പ് പോപ്പപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ട്രെൻഡാണല്ലേ, ലിപ്പ് ലൈനർ ഇട്ട് ഡാർക്ക് ലിപ്പ് ലൈനറും ലൈറ്റായിട്ടുള്ള ലിപ്സ്റ്റിക്കും ഇടുന്നത്. സോ അങ്ങനെ ഞാനും അത് യൂസ് ചെയ്തു. പിന്നെ മസ്കറ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർസിലത്തെ മസ്കറാണ്. സോ ഇതൊരു നല്ല മസ്കറാണ് ഗൈസ്. അത്യാവശ്യം ഐലാഷസ് തിക്കായിട്ടും ലെങ്തായിട്ടും കാണാൻ ഇത് യൂസ് ആവും. നന്നായിട്ടുള്ള ഒരു ഗോ ടു പ്രോഡക്റ്റാണ്. ഞാൻ എവറിഡേ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ സെയിം മാർസ് ബ്രാൻഡിലത്തെ തന്നെ മേക്കപ്പ് ഫിക്സറും കൊണ്ട് ഞാൻ മേക്കപ്പിനെ ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഗ്ലോ ഉണ്ട് കണ്ടോ, ഈ മേക്കപ്പ് ഫിക്സറും കൊണ്ട് മസ്റ്റ് ബൈ ആണ് ഗൈസ്. സോ നമുക്ക് നമ്മളുടെ ലുക്ക് കണ്ടാലോ. നമ്മളുടെ കേരള സാരി ഒന്ന് ഉടുത്തിട്ട് ജസ്റ്റ് ഇതൊരു മേക്കപ്പ് ഇട്ടതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ ഉടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത് അത്രയാണ് ഗൈസ്. ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ, ആൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് വാച്ചിങ്. ടാറ്റാ, ടേക്ക് കെയർ.